ഈ ജലപീരങ്കി പ്രയോഗത്തിന് അപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് പോലീസ് കൃത്യമായി ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീൽഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ ഒരു പ്രതിരോധം. എന്തായാലും വലിയൊരു പോലീസ് സംഘം ഇവിടെയുണ്ട്. ഈ പ്രവർത്തകർ ഇങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് കടത്തിവിടില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിലപാട്. അങ്ങനെ ഒരു ശ്രമം അവർ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ KSU പ്രവർത്തകർ ചാടിക്കയറാൻ നിൽക്കുന്നതിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരമുള്ളത്. ആശാ സമരം ഇതിനിടെ നടക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം കൂടി വരുന്നത്. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശം വലിയ ഒരു സമരക്കളമാവുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും പ്രവർത്തകരെ ഒരു തരത്തിലും സെക്രട്ടേറിയറ്റിൽ കയറ്റില്ല നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ തങ്ങൾ കയറിയേ മടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പോലീസുമായി കൊമ്പ് കോർക്കുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിലെ സുരക്ഷാ ജീവനക്കാരുമായാണ് ജയശങ്കറും ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകുന്നത്. തുടർച്ചയായി അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവർത്തകർ പ്രവേശിക്കാൻ പല സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളിൽ ശ്രമിച്ചു. പക്ഷേ പോലീസ് എല്ലായിടത്തും പ്രതിരോധം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സമര ഗേറ്റിനും കഴിഞ്ഞ് കുറച്ച് പിറകിൽ വീണ്ടും ആശാവർക്കർമാരുടെയൊക്കെ സമരം നടക്കുന്നതിന് സമീപത്തുകൂടി KSU പ്രവർത്തകർ ഗേറ്റ് മറികടന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയും പോലീസ് അവരെ തടഞ്ഞു. അവിടെ നിന്ന് അവരെ മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സംഘർഷ സമാന സാഹചര്യമാണ്. ഇതുവരെ പോലീസ് വളരെ സംയമനത്തോടെയാണ് ഈ സമരത്തെ നേരിട്ടിട്ടുള്ളത്. പലതവണ വലിയ തോതിലുള്ള പ്രകോപനം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും പോലീസ് കാര്യമായ നടപടിയിലേക്ക് പോയിട്ടില്ല. 4-5 തവണ ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റ് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ച് മടങ്ങുകയാണോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പ്രവർത്തകർ നീങ്ങുകയാണോ എന്നറിയില്ല. നിലവിൽ ഗേറ്റിനൊക്കെ മുകളിൽ നിന്ന പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മടങ്ങി വരും.